ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് ഫിൽ ലോർഡ് ക്രിസ്റ്റഫർ മില്ലർ ഡയറക്റ്റ് ചെയ്ത ആൻഡി വെയർ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു നോവലാണ് പ്രോജക്റ്റ് ഹെയിൽ മേരി. ആ നോവലിനെ ബേസ് ചെയ്താണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഡ്രൂ ഗൊഡാർഡ് എന്ന് പറയുന്ന നമ്മുടെ വേൾഡ് വാർ സി എന്ന് പറയുന്ന സിനിമയൊക്കെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പ്രോജക്റ്റ് ഹെയിൽ മേരി. റയൻ ഗോസ്ലിംഗ് ആണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രം. ജെയിംസ് ഓർട്ടിസ് എന്ന് പറയുന്ന പുള്ളിയാണ് ഇതിനകത്ത്. റയൻ ഗോസ്ലിൻ്റെ ഓപ്പോസിറ്റ് ഒരു റോക്കി എന്ന് പറയുന്നൊരു ഏലിയൻ ഫ്രം എ ഡിഫറെൻറ്റ് പ്ലാനറ്റ്. അതിന് സൗണ്ട് കൊടുത്തിരിക്കുന്ന പുള്ളിയാണ്. ഭയങ്കര രസമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് പ്രോജക്റ്റ് ഹെയിൽ മേരി. നമ്മൾ ഒരാളോട് ഇത് അല്ലെങ്കിൽ കഥ നമ്മൾ പറയുമ്പം ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു തോട്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടാണ് ഈ സിനിമയിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അതിന് ഒരു സാധാരണക്കാരൻ പോയിട്ട് ഇതിൻ്റെ നെറേറ്റീവ് ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ ഇതാണ് സംഭവം. അപ്പോൾ അത്രയും നെറേറ്റീവ് സിമ്പിൾ ആവുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഭയങ്കരമായിട്ട് ഇമേഴ്സ് ചെയ്യാൻ പറ്റും. ആ സിനിമയുടെ ഒരു പ്ലോട്ടിനകത്തോട്ട് അത് ഭയങ്കര വൃത്തിയായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കഥ മനസ്സിലാവും. ഓക്കെ, ഇതാണ് സംഭവം, ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തെ കഥ എന്ന് പറയുന്നത് ആസ്ട്രോഫേജ് എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ സ്റ്റാർസിനെയൊക്കെ ഈറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ദ സൺ ഈസ് ഡൈയിങ്. അപ്പം അതിനെ രക്ഷിക്കണം. അപ്പം അതിനുവേണ്ടി കുറേ സയൻറ്റിസ്റ്റ് റിസർച്ച് ചെയ്യുന്നതും റയൻ ഗോസ്ലിംഗ് പുള്ളി ആ റിസർച്ചിൻ്റെ ഭാഗമാവുന്നതും പുള്ളി അതിനുവേണ്ടി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ളതാണ് സിനിമ. അപ്പം ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു ഡു ആൻഡ് ഡൈ എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ് ആക്ച്വലി ഇത്. ഡു ഓർ ഡൈ അല്ല, ഡു ആൻഡ് ഡൈ സിറ്റുവേഷൻ. ആ ഒരു മിഷനിൽ പുള്ളി എങ്ങനെ എത്തപ്പെടുന്നത് അത് ഭയങ്കര രസകരമാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇറ്റ് ഹാസ് സം ഇമോഷൻ. നമുക്ക് വിഷമം തോന്നും. പക്ഷെ ആ ഓപ്പോസിറ്റ് വേറൊരു ഇതിനകത്തൊരു ഡോക്ടർ വരുന്നുണ്ട്, സ്റ്റാർട്ട് അങ്ങനെ ഒരു പേരാണ്, പേര് ഞാൻ മറന്നത്. പുള്ളിക്കാരിയാണ് ഈ മിഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരി റയൻ ഗോസ്ലിനെ ഈ മിഷനകത്തോട്ട് 3 പേരടങ്ങുന്ന മിഷനാണ്. ഈ മിഷനിനകത്തോട്ട് കൊണ്ടുവരുന്നത് ഭയങ്കര രസകരമാണ്, ഭയങ്കര രസമാണ്. പക്ഷേ അതിന് പിന്നിലൊരു ഇമോഷനുണ്ട്. സോ പുള്ളി ആ മിഷന് സ്പേസിലോട്ട് പോവുകയും അവിടെ റിസർച്ച് ചെയ്യാൻ പോവുകയാണ്, എങ്ങനെ നമുക്കിതിനെ തടയാം എന്നുള്ളത്. സോ അങ്ങനെ സ്പേസിലോട്ട് പോവുകയും അവിടെ വെച്ച് ഈ ദ ബീയിങ് ഫ്രം അനദർ പ്ലാനറ്റിനെ കണ്ടുമുട്ടുകയും അവർ തമ്മിലുണ്ടാകുന്ന ഒരു ബോണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡെപ്തും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഒക്കെ ഭയങ്കര രസകരമാണ്. പിന്നെ എനിക്കൊന്ന് ഇവരാണ് ആക്ച്വലി സിനിമയുടെ മുക്കാൽ ഭാഗം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ഫ്ലാഷ് ബാക്സ് കാണിച്ചു തരുന്നുണ്ട്. പുള്ളി എങ്ങനെയാണ് ഈ മിഷനിൽ വരുന്നത് എന്നുള്ളതിൻ്റെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പാർട്ടായിട്ട് കാണിച്ചു തരുന്നിട്ട് ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡെപ്ത് എന്താണ് എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതം അത്രത്തോളം അവർ തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ടെന്നൊക്കെ നമുക്ക് വളരെ രസകരമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ഈ സിനിമ കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്ന പണ്ട് കോയി മിൽ ഗയ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, രാകേഷ് റോഷൻ ഡയറക്റ്റ് ചെയ്ത, ഋതിക് റോഷനൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, കോയി മിൽ ഗയ. അത് കാണാത്ത ആരും കാണത്തില്ല. അതിനകത്ത് ഇങ്ങനെയാണ്. പക്ഷെ അതിലെന്താന്ന് വെച്ചാൽ ഏലിയൻ നമ്മുടെ ഭൂമിയിലോട്ട് വരുന്നു, ഇവിടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരാളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആവുകയും പിന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ. ഇത് രണ്ടുപേരുടെയും സ്ഥലമല്ല, ഇത് സ്പേസാണ്. സ്പേസിൽ രണ്ടുപേർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, രണ്ടുപേർക്കും വറീസ് ഉണ്ട്, വിഷമങ്ങളുണ്ട്, തിരിച്ച് നാട്ടിൽ പോകണമെന്ന ഹോപ്പുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പം ഇതെല്ലാം ഉള്ള 2 പേര്. അപ്പം അവർ ഒരു പോയിന്റിൽ റോക്കി എന്ന് പറയുന്ന ആ ഒരു ബീയിങ് സാക്രിഫൈസ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഗ്രേസ് എന്നാണ്
റയാൻ ഗോസ്ലിംഗ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര്. പുള്ളി എന്താണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഡെപ്ത് മനസ്സിലാവുകയും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ നല്ല രസമാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഹാപ്പി എൻഡിങ്ങും വെച്ചിട്ട് നല്ലൊരു ഫീൽ ഗുഡ് സിനിമ. നമുക്കൊരു സിനിമ കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ് എന്താണെന്ന് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ മനസ്സ് നിറഞ്ഞ് സിനിമ മനസ്സിലാക്കി നമ്മൾ പുറത്തിറങ്ങാൻ പറ്റും. അങ്ങനത്തെ ഒരു സിനിമയാണ്. ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ടിക്കറ്റ് എടുത്ത് കാണിച്ച് അവരും ഹാപ്പിയാവും. അങ്ങനത്തെ ഒരു സിനിമയാണ് പ്രോജക്റ്റ് ഹെയിൽ മേരി എനിക്ക് ഫീൽ ചെയ്തത്. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഞാൻ പറഞ്ഞതിനോട് ഇൻഡിഫറൻസ് കാണും. ടോട്ടലി റെസ്പെക്ട് ദാറ്റ്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലുള്ള വീഡിയോ നിങ്ങൾക്ക് വരാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.